നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. എല്ലാ തുലാം രാശിക്കാർക്കും ക്രിസ്മസ് ആശംസകൾ. ഈ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല ക്രിസ്മസ് ദിവസമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതായത് 2025 ഡിസംബർ 25-26 തീയതികളിൽ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ്. പ്രധാനമായിട്ടും പറയാനുള്ളത്, ഒരു ഗ്രഹം പോലും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമില്ല. അത് മാത്രമല്ല, 8 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലം, ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ടും ഫലം തരും. അപ്പോൾ ഞങ്ങൾ പറയുന്നു, തുലാം രാശിക്കാർക്ക്, തുലാം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ചിത്ര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. ഓക്കെ, ഈ തുലാം രാശിക്ക് ഈ ദിവസങ്ങളിൽ, അതായത് ഡിസംബർ 25-26 തീയതികളിൽ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇത്തവണത്തെ ക്രിസ്മസ് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ക്രിസ്മസുകളൊക്കെ കാട്ടിലും വളരെയധികം തിളക്കമാർന്ന അത്യധികം സൗഭാഗ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ക്രിസ്മസ് ദിവസമായിരിക്കും ഈ വരുന്ന ഡിസംബർ 25. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ, ഡിസംബർ 24 രാത്രി 7:46 PM മുതൽ ഡിസംബർ 27 വെളുപ്പിന് 3:10 AM വരെ ഉള്ള കാലയളവിലാണ് ഈ സൗഭാഗ്യ കാലം, ദിനങ്ങൾ വരുന്നത്. നിങ്ങൾ എല്ലാവരും, തുലാം രാശിക്കാരെല്ലാവരും ഒറ്റയ്ക്കല്ല, കുടുംബസമേതം ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കണം. നിങ്ങൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരും കുടുംബസമേതം ഏറ്റവും തൊട്ടടുത്ത പള്ളിയിൽ പോയി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. തീർച്ചയായിട്ടും ഈ വർഷത്തെ ക്രിസ്മസ് നിങ്ങൾക്ക് മറക്കാനാവാത്ത സ്മൃതികൾ സൃഷ്ടിക്കുന്ന ക്രിസ്മസ് ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് എനിക്ക് ദക്ഷിണയ്ക്ക് പകരമായിട്ട് ദയവേത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ. അപ്പോൾ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ്. അതിൻ്റെ സംവിധാനം നിങ്ങൾ മൊബൈലിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ സംശയങ്ങളൊക്കെ തീർത്തു തരാം. ദയവേത് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക, പക്ഷേ ഫോൺ വിളിക്കരുത്, മിസ്ഡ് കാളും ചെയ്യരുത്. പകരം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറയുന്നതാണ്. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഇപ്പോൾ ഇതിനകത്ത് എണ്ണി പറയാവുന്ന നിരവധി നേട്ടങ്ങൾ ഞാൻ പറയാം. അപ്പോൾ എല്ലാം കൂടി ഇതിനകത്ത് ഒതുക്കാനൊക്കില്ല, ഒരു ചെറിയ വീഡിയോയ്ക്കകത്ത് ഒതുക്കാനൊക്കത്തില്ല. കാരണം അത്രയും സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരികയാണ്. നോക്കൂ, ആദ്യം ഇവിടെ ഞാൻ ചെയ്തേക്കുന്നത്, തുലാം രാശിയിൽ നിന്ന് 2ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ, വൃശ്ചികം രാശിയിൽ 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് ആണ് ബുധൻ. 2ാം ഭാവത്തിൽ അനുകൂലമാണ്. അപ്പോൾ ഇതുപോലാണ് മറ്റ് 8 ഗ്രഹങ്ങൾ. ചന്ദ്രൻ മാത്രമാണ് നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നത്. അത് തന്നെ 5ാം ഭാവത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് നേട്ടം, ഉയർച്ച ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. അപ്പോൾ അത് ബുധൻ 2ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ശുക്രൻ നിങ്ങൾക്ക് 3ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ധനവരവ്, അതുകൂടാതെ ശുക്രൻ ബുധനും ഒരുമിച്ച് അനുകൂലമായതുകൊണ്ട് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും.
കൂടാതെ മൂന്നാം ഭാവത്തിൽ അനുകൂലമായിട്ടാണ് ചൊവ്വയും സൂര്യനും നിൽക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് പിതൃസ്വത്ത് ലഭിക്കാം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടങ്ങളുണ്ടാവാം, അതുപോലെ തന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവാം. അതുപോലെ തന്നെ നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. പിതൃ സ്വത്ത് നേരത്തെ ലഭിച്ചവർക്ക് കൃഷി വഴിയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഭൂമി കച്ചവടം വഴിയോ നേട്ടം ഉണ്ടാകുന്നതാണ്. ഭൂമിയുടെ കച്ചവടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഒക്കെ ടേൺ ഓവർ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ തൊഴിൽ ഭാഗ്യം, അത് ഈ ധനുമാസം മുഴുവൻ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാകും എന്ന് പറയുമ്പോൾ പുതുതായിട്ട് തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് പുതിയൊരു തൊഴിൽ ലഭിക്കാം. അതുപോലെ തന്നെ നേരത്തെ തൊഴിലുള്ളവർക്ക് തന്നെ ഒന്നുകിൽ ശമ്പള വർധനവ്, അല്ലെങ്കിൽ പ്രൊമോഷൻ, അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം. അതുമാത്രമല്ല, ചിലർക്ക് ഇപ്പോൾ ഉള്ള ജോലിയേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു ജോലി ലഭിക്കാം. അങ്ങനെ തൊഴിൽപരമായിട്ടും നേട്ടമാണ്. പിന്നെ മക്കൾ വഴിയും, അതായത് മുതിർന്ന സന്താനങ്ങൾ വഴി നേട്ടങ്ങളുണ്ടാവും. എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളുണ്ടാവും. കുട്ടികളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വിദ്യാഭ്യാസം, ഇപ്പോൾ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ അവർക്ക് നല്ല മാർക്ക് കിട്ടി ക്ലാസ്സിൽ ഒന്നാമനൊക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ് തുലാം രാശിക്കാരുമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ ഇവിടെ അഞ്ചാം ഭാവത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചന്ദ്രൻ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഗുണദോഷ സമ്മിശ്രമെന്ന് ഫലം പറയാമെങ്കിലും ചന്ദ്രൻ മാത്രമേ ഉള്ളൂ ശരി അല്പം മോശമായിട്ട് നിൽക്കുന്നത്. പക്ഷേ അതും അഞ്ചാം ഭാവത്തിലായതുകൊണ്ട് പ്രതികൂലമല്ല. അതുപോലെ അഞ്ചാം ഭാവത്തിൽ നമുക്ക് ഇവിടെ സർപ്പവും കൂടിയുണ്ട്. അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം, ഗുരുസ്ഥാനീയരുടെ അനുഗ്രഹം, മേലധികാരികളുടെ അനുഗ്രഹം, അതെല്ലാം തന്നെ ഇവിടെ സൂര്യൻ്റെ അനുകൂല ഭാവം നമുക്ക് കണക്ട് ചെയ്ത് പറയാം. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ ശനി ആറാം ഭാവത്തിൽ അതിശക്തമായിട്ട് നിൽക്കുകയാണ്. അതും ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ശനി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മിത്രരാശിയായ മീനം രാശിയിൽ ശനി നിൽക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു പവർ കൂടുതലുണ്ടായിരിക്കും. ആറാം ഭാവത്തിലെ ശനി നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ മറ്റ് നിങ്ങൾ ഇടപെടുന്ന ഏത് രംഗത്തിലും ഉള്ള നിങ്ങളുടെ ശത്രുക്കളുടെ മേലിൽ നിങ്ങൾക്ക് വിജയം നേടാനൊക്കും. അതുമാത്രമല്ല, ചില ശത്രുക്കളൊക്കെ യുവമാരുമായിട്ട് മത്സരിച്ചിട്ട് നമ്മൾ തോക്കുകയല്ലാതെ ജയിക്കാൻ പോകുന്നില്ല, അങ്ങനൊരു ചിന്താഗതി അവർക്കുണ്ടായിട്ട് നിങ്ങളോടൊപ്പം സൗഹൃദം പങ്കിടാനായിട്ട്, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കളാവാൻ താല്പര്യപ്പെട്ട് നിങ്ങളോട് അടുത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും നേട്ടം നേടാനൊക്കെ നിങ്ങളുടെ ശത്രുക്കൾ ശ്രമിച്ചെന്ന് വരും. അതായത് ശത്രുക്കൾ മിത്രങ്ങളാവും. ശത്രുക്കൾ നിങ്ങളോട് മത്സരിക്കുന്ന ശത്രുക്കളെല്ലാം നിഷ്പ്രഭരാകും, നശിച്ച് നാരായണക്കളുടെ അടുത്ത് പോവും. അപ്പോൾ അങ്ങനെയാണ് ഈ ശനി ആറാം ഭാവത്തിലൊക്കെ ശക്തമായിട്ട് നിൽക്കുമ്പോൾ ഉള്ള നേട്ടങ്ങൾ. അത് മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തിക കടം കുറയും. അതുപോലെ തന്നെ ശനി വഴി നിങ്ങൾക്ക് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വഴി നിങ്ങൾക്ക് രോഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ സുഖപ്പെടാനും ഒന്നുകിൽ പൂർണ്ണമായിട്ട് മാറാനോ അല്ലെങ്കിൽ അത് ശമിക്കുകയോ അതല്ലെങ്കിൽ പുതിയൊരു ചികിത്സാ പദ്ധതിയിലൂടെ അത് സമ്പൂർണ്ണമായും ഇല്ലാതാവുകയോ ചെയ്യും. അങ്ങനെ നിരവധി നേട്ടങ്ങളാണ് ആറാം ഭാവത്തിലെ ശനി നിങ്ങൾക്ക് നൽകുന്നത്. കൂടാതെ ഈ ടെക്നിക്കൽ, അതായത് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ വഴി നേട്ടങ്ങളുണ്ടാകും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ അത്യധികം ദൈവാധീനം നിങ്ങൾക്കുണ്ടാവും. അതുകൂടാതെ ഭൗതിക സുഖങ്ങൾ, അതിവിടെ ശുക്രനും വ്യാഴവും കൂടി പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു നേട്ടവും കൂടെ നിങ്ങൾക്കുണ്ടാവും. അതായത് ബുധനും ശുക്രനും വ്യാഴവും ഏതാണ്ട് സിമിലറായിട്ടുള്ള ഫലങ്ങളാണ് തരുന്നത്. ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ വീട്, വാഹനം, അതുപോലെ തന്നെ ആഹാര സൗഖ്യം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഭരണ ലാഭം,
അതുപോലെ തന്നെ വസ്ത്രലാഭം, പിന്നെ ഉല്ലാസയാത്രകൾക്കും ക്രിസ്മസ് ദിവസങ്ങളിലൊക്കെ ഉല്ലാസയാത്രകൾക്ക് പോകാനും തീർത്ഥയാത്രകൾക്കൊക്കെ പോകാനും ഒക്കെ വഴിയൊരുങ്ങും. അപ്പോൾ ചുരുക്കത്തിൽ അതുപോലെ തന്നെ ശുക്രനും വ്യാഴവും ഒക്കെ കൂടിച്ചേർന്ന് നിങ്ങൾക്ക് അസാമാന്യമായ ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്നുണ്ടാവും. കൂടാതെ 11ാം ഭാവത്തിൽ കേതു നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനിൽ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ ബുധനും ഇവിടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പരമാവധി നേട്ടം കൊയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ബുധനും നിൽക്കുന്നത്. അപ്പോൾ ബുധനും ശിഖയും പൊതുവെ ഈ കമ്മ്യൂണിക്കേഷനിൽ, അതായത് സംസാരകാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ നേട്ടങ്ങളുണ്ടാവും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ തുലാം രാശിക്കാർക്ക് ഈ ക്രിസ്മസ് ദിനങ്ങൾ അത് ക്രിസ്മസിൻ്റെ തലേ ദിവസമായ 24-ന് ഏതാണ്ട് സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് പരമാവധി നേട്ടങ്ങൾ നേടിത്തരുന്ന രീതിയിലൊക്കെയാണ് ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ഈവിനും അതുപോലെ തന്നെ ക്രിസ്മസ് ദിവസവും ഒക്കെ നിങ്ങൾക്ക് അത്യധികം ഭാഗ്യമുള്ള അനുഭവങ്ങൾ നേടിത്തരുന്ന രീതിയിലാണ് ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നത്. പക്ഷേ ഇതെല്ലാം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതെല്ലാം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. പൊതുവെ ധനുമാസം മുഴുവൻ, അതായത് ജനുവരി 14 വരെ തുലാം രാശിക്കാർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്രിസ്മസ് ദിനങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകം നിങ്ങൾക്ക് ജീവിതത്തിലെ എന്നേക്കും ഓർമ്മിക്കാൻ ഉതകുന്ന നല്ല സൗന്ദര്യമുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞ, ദിവ്യ അത്ഭുതങ്ങൾ നിറഞ്ഞ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ക്രിസ്മസ് ആയിരിക്കും നിങ്ങൾക്ക് ഇത്തവണ ഉണ്ടാവുക. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ വീഡിയോ കണ്ട മുഴുവൻ പ്രേക്ഷകർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം. വീണ്ടും ക്രിസ്മസ് ആശംസകൾ.